കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ മുന്നേ പർച്ചേസിൻ്റെ ഒരു എൻട്രി പറയും. അപ്പോൾ പുള്ളി പറഞ്ഞ എൻട്രി വിഷ്ണു അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് എന്നാണ്. അപ്പോൾ എനിക്ക് ഞാനാണോ വിഷ്ണു ആരാ, അതെൻ്റെ പേരാ, ഞാനാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്, അപ്പം ഞാൻ ഡെബിറ്റ് വരണം. അപ്പോൾ അങ്ങനത്തെ ലോജിക്കിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അക്കൗണ്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നതും, ബാക്കി പല സബ്ജക്ട്സ് വെച്ച് നോക്കുമ്പോഴും ഇത് സിമ്പിളാണ്. എന്താ ഇതിനകത്ത് ഇത്ര പാട്? ഡെബിറ്റും ക്രെഡിറ്റും മനുഷ്യനുണ്ടായ കാലത്തൊട്ട് ഇത്രയേ ഉള്ളൂ, ഇനി അങ്ങോട്ടും അത്രേ വരുള്ളൂ. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അക്കൗണ്ടൻസിന് ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഈവൻ ഇഫ് ദീസ് അക്കൗണ്ടൻസ് ആർ ഗോയിങ് അബ്രോഡ്, ഒരു അക്കൗണ്ടൻറ്റ് ജോലി കണ്ടുപിടിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു പാടുമില്ല എന്ന് എൻ്റെ ഒരു അനാലിസിസ്. എൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഇസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്. വരുന്ന കുട്ടി അലൻ സോളി ഷർട്ട് ഇടണം, അല്ലെങ്കിൽ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരണം, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഹി ഷുഡ് ബി പ്രസൻറ്റബിൾ. ഗേൾസ് ആണെങ്കിൽ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് വരാം, ഒരു ഇൻ്റർവ്യൂവിന് വരുവാണ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ. ഞാനിപ്പോൾ പറഞ്ഞത് സ്വിമ്മിങ്ങിന് പോകുമ്പോൾ സ്വിം സ്യൂട്ട് ഇടും എന്നും പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ സ്വിം വെയർ ഇട്ടുകൊണ്ടല്ല പോകുന്നത്. എത്ര ഹൈഫേ എന്ന് പറഞ്ഞാലും അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ ഒരു ദാറ്റ് ഷുഡ് കം നാച്ചുറലി വിതിൻ യു. നമുക്കിന്ന് ഇവിടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള CA അനു ജോസ്. മാം, വെൽക്കം ടു അവർ ഷോ. Thank you for the welcome, and I hope I'll be able to help you in this podcast. അനു മാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, അനു മാം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഒരു ഫേമിലെ പാർട്ട്ണറാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനു മാമിൻ്റെ കരിയർ ഡീറ്റെയിൽസ് ഒന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഞാൻ കരിയർ തുടങ്ങിയത് വൺ ഓഫ് ദ ബിഗ് 4 അക്കൗണ്ടിങ് ഫേംസിൽ നിന്നാണ്. അപ്പോൾ ആ ബിഗ് 4 അക്കൗണ്ടിങ് ഫേംസിനോട് ഞാനൊരു 6 to 7 years അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പല ലൊക്കേഷൻസിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ക്ലയൻറ്റ് വർക്കിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നപ്പോഴും എൻ്റെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള പ്രോസസ്സ്. ഇപ്പം ഞാൻ കുറച്ചാൾ യൂറോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചാൾ ഏഷ്യ പസഫിക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അവിടുത്തെ ക്ലയൻസിനോട് വർക്ക് ചെയ്യണം, അതൊരു വൺ പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ദി അതർ പാർട്ട് വാസ് അവിടെയുള്ള എന്തൊക്കെ പ്രോസസ്സ് നമുക്ക് ഇന്ത്യയിലോട്ട് മാറ്റാം. ബിക്കോസ് ആ സമയത്ത് ഇന്ത്യക്ക് ഇവിടെ ഒരു ബാക്ക് എൻഡ് ഓഫീസ് ഉണ്ടായിരുന്നു ഈ ബിഗ് 4 പറയുന്ന കമ്പനിക്ക്. സോ one of my responsibility was identify areas which we could offshore to India. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ സമയം അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട, അവർക്ക് they could focus more on the client work. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ പ്രോസസ്സ് നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരും. സോ അപ്പോൾ അതിലെനിക്കൊരു ചെറിയ എക്സ്പെർട്ടൈസ് കിട്ടി. പിന്നെ ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വന്നു, ഇവിടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫേമിൽ ഞാൻ പാർട്ട്ണറായി, ഇൻകം ടാക്സ് പഠിച്ചു, ഓഡിറ്റ്സ് പഠിച്ചു. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ടീംസ് ഫോർ കമ്പനീസ് ഔട്ട്സൈഡ് ഇന്ത്യ, അല്ലെ ഫോർ CA ഫേംസ് ഔട്ട്സൈഡ് ഇന്ത്യ. ആ ഒരു കോർ എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ട് പതുക്കെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫോക്കസ് ഏരിയ എടുക്കുകയാണെങ്കിലും ഐ പ്രൊവൈഡ് സർവീസ് ഫോർ കമ്പനീസ് ആൻഡ് CA ഫേംസ് ഔട്ട്സൈഡ് ഇന്ത്യ. വി പ്രൊവൈഡ് സർവീസ് ഫോർ കമ്പനീസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്, ഇൻ യൂറോപ്പ്, UK, US. ഇപ്പം എൻ്റെ ഒരു പാർട്ട്ണറുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വി ആർ ഓൾസോ പ്ലാനിങ് ടു എൻ്റർ ഇൻ ടു ഓസ്ട്രേലിയ. അപ്പോൾ അതാണ് എൻ്റെ ഒരു മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വർക്ക് അക്കൗണ്ടിങ് അല്ല, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല വർക്കും, മേ ബി ഇറ്റ്സ് ജസ്റ്റ് ബുക്ക് കീപ്പിംഗ്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേറോൾ പ്രോസസ്സിങ്, അക്കൗണ്ട്സ് റിസീവബിൾ, AP, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുക, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബുക്ക് കീപ്പിംഗ്. വേറെ ഒരുപാട് ഏരിയാസിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി ഡൺ ഫ്രം ഹിയർ. വി ക്യാൻ പ്രൊവൈഡ് ദ സർവീസ് ടു ദ ക്ലയൻറ്റ് ഔട്ട്സൈഡ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ മാം പറഞ്ഞതിൽ നിന്ന് മെയിനായിട്ട് നേരത്തെ EYയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതും ഈ പറഞ്ഞ പോലെ എബ്രോഡ് ക്ലയൻസ് ആണ് കൂടുതലുള്ളത്. അതിനുശേഷം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും കൂടുതലും ഔട്ട്സോഴ്സ്ഡ് വർക്കാണ് മാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്സോഴ്സ്ഡ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഈ പുറത്തുള്ള ACCA, CMA USA, CPA അങ്ങനത്തെ ക്വാളിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് വരിക. അപ്പം ഈ ഒരു ജോബ്, അതായത് ഈ ഔട്ട്സോഴ്സ്ഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത്തരം ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വേണോ, അതല്ല നോർമൽ നമ്മളുടെ ഇന്ത്യൻ അക്കൗണ്ടൻസിനും നമ്മളുടെ നോർമൽ ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്കും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു ഓഫീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം ക്ലയൻറ്റ് റിക്വയർമെൻറ്റാണ് മനസ്സിലാക്കാൻ നോക്കുന്നത്. ചില ക്ലയൻസിന് ചില സിമ്പിൾ ബുക്ക് കീപ്പിംഗ് സർവീസസ് മതി. ബുക്ക് കീപ്പിംഗ് സർവീസസിന് ഒരു ക്വാളിഫൈഡോ അല്ല ഒരു സെമി ക്വാളിഫൈഡ് ഉള്ള ഒരാളുടെ ആവശ്യമില്ല. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ എൻ അക്കൗണ്ടൻറ്റ്. പക്ഷേ ആ അക്കൗണ്ടൻറ്റിന് പുള്ളിയുടെ പണി അറിഞ്ഞിരിക്കണം, പുള്ളിയുടെ അക്കൗണ്ട്സ് ചെയ്യാനും അറിയണം. എന്നാൽ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ, ഒരു അക്കൗണ്ട് ഇപ്പോഴത്തെ പഴയ പോലെ നമ്മൾ ടാലിയിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് സോഫ്റ്റ്വെയറിൽ നിന്നൊക്കെ നമ്മൾ മൂവ് ചെയ്തു. അപ്പോൾ അതുപോലൊരു സോഫ്റ്റ്വെയറുമായിട്ട് വളരെ ഫെമിലിയർ ആയിരിക്കണം പുള്ളിക്ക് ചെയ്യാനായിട്ട്.
അപ്പോൾ ബുക്ക് കീപ്പിംഗ് അങ്ങനത്തെ കുറേ സർവീസസ് ഉണ്ട് വെയർ യു ഡോണ്ട് നീഡ് ദ ഹെൽപ്പ് ഓഫ് എ പ്രൊഫഷണൽ ക്വാളിഫൈഡ് അക്കൗണ്ടൻറ്റ് ഓർ എ സെമി ക്വാളിഫൈഡ് അക്കൗണ്ടൻറ്റ്. ബട്ട് എന്നാൽ അതുപോലത്തെ വർക്കും വരാറുണ്ട്. ചില ക്ലയൻറ്റ്സ് പറയും ഓഡിറ്റിൽ ഹെൽപ്പ് വേണം, അപ്പം ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് മാനേജ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ വി നീഡ് എ പേഴ്സൺ ഹൂ നോസ് ഇറ്റ്. അപ്പോൾ അതിനൊരു സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ ആഡഡ് അഡ്വാൻറ്റേജ്. പക്ഷേ പൊതുവേ എൻ്റെ ഒരു വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കിന് ഒരു 1 to 3 monthsലേക്ക് ആ ക്ലയൻറ്റ് യൂഷ്വലി ആ ടീം എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. സോ ഹി മൈറ്റ് നീഡ് മോർ ദാൻ 3 people 4 people ഒക്കെ. അപ്പോൾ ഈ എല്ലാവരും ക്വാളിഫൈഡ് ആവണമെന്നില്ല. ചിലപ്പോൾ മേളിലിരിക്കുന്ന ഫസ്റ്റ് ലെയർ അല്ല സെക്കൻഡ് ലെയർ ഇരിക്കുന്ന മാനേജർ, സീനിയർ മാനേജർ, ടീം ലീഡ് അവർക്കായിരിക്കും ചിലപ്പോൾ ക്വാളിഫൈഡ് ആയിട്ട് വേണ്ടി വരിക. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അടിയിലേക്ക് നമുക്ക് ഒരുപാട് ടീം വേണം, ടീം മെമ്പേഴ്സ് വേണം, ടീം മെമ്പേഴ്സ് വേണം. അപ്പോൾ അവർക്കൊക്കെ അവിടെയൊക്കെ നല്ല അക്കൗണ്ടൻ്റ് ആണെങ്കിൽ യു ഹാവ് എ ഗുഡ് സ്കോപ്പ് ആൻഡ് യു ഗെറ്റ് ടു വർക്ക് വിത്ത് എ മൾട്ടിനാഷണൽ കമ്പനി ഓർ വിത്ത് വിത്ത് എ ക്ലയൻറ്റ് ഹൂ ഇസ് അബ്രോഡ്. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എക്സ്പോഷർ വളരെ വൈഡാണ്. സോ ഐ വുഡ് സേ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലെങ്കിലും ഇഫ് യു ആർ ഗുഡ് അറ്റ് യുവർ വർക്ക് ദർ ഇസ് സ്റ്റിൽ സ്കോപ്പ് ഫോർ യു ടു ഫൈൻഡ് എ ഗുഡ് ജോബ്. ഈ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഈ ഒരു ജോബിന് ആക്ച്വലി കമ്പൽസറി അല്ല. കമ്പൽസറി അല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പം കമ്പൽസറി അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എനിക്കിട്ട് അടിക്കുന്ന പോലെ ആയിപ്പോൾ. ബട്ട് ഈ ഒരു ഐ മീൻ ഒരു എൻട്രി ലെവൽ ജോബിനൊക്കെ നോക്കുമ്പോഴത്തേക്കും എൻട്രി ലെവൽ ജോബിന് നോക്കുമ്പോഴത്തേക്കിന് അക്കൗണ്ടൻസിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. ആൻഡ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് എനി ബിസിനസ്, എനി എൻറ്റിറ്റി അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫിനാൻസാണ്. ചിലപ്പം ഒരു എന്താ പറയുക ഒരു മെഡിസിൻ ഹോസ്പിറ്റലായിരിക്കും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിരിക്കും, ലോയർ ആയിരിക്കാം, വാട്ട് എവർ ബി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിരിക്കും, വാട്ട് എവർ ബി അൾട്ടിമേറ്റ്ലി അതിൻ്റെ ബാക്കിൽ ഒരു ഫിനാൻസ് ടീം വേണം. അത് ചിലപ്പോൾ ഒരു 1-man person ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടീം ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഡിമാൻഡ് ഫോർ അക്കൗണ്ടൻസ് ഇസ് വെരി ഹൈ ഇസ് മൈ ഒപ്പീനിയൻ. എൻ്റെ ഒരു അസസ്മെൻറ്റ് അങ്ങനെ. ഇത്ര നാളിപ്പോൾ ഐ ബീൻ ഇൻ പ്രാക്ടീസ് ഫോർ മോർ ദാൻ 16 years. ഇപ്പോഴും എനിക്ക് നല്ലൊരു അക്കൗണ്ടൻറ്റിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാട്. ഒരു സർപ്ലസ് ആയിട്ടില്ല. ക്വാളിഫൈഡ് അവർ മാറുന്നോട്ടെ, എന്നാൽ പോലും അത് കഴിഞ്ഞിട്ട് സെമി ക്വാളിഫൈഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നല്ല BCom ഗ്രാജുവേറ്റ്സ്, MCom ഗ്രാജുവേറ്റ്സ്, MBA ഫിനാൻസ് നല്ല കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കാൻ ഇപ്പോഴും വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഓൾറെഡി ഈ ഔട്ട്സോഴ്സ്ഡ് വർക്കിന് മാത്രമല്ല അതുപോലെ എല്ലാ ഓർഗനൈസേഷനിൽ പോയാലും ഒരു അക്കൗണ്ടിങ് വിങ് ഉണ്ടാകണം. അപ്പം ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ ഒരു അക്കൗണ്ടിങ് ജോബിൻ്റെ ഒരു സ്കോപ്പ് എന്താ ശരിക്കും പറഞ്ഞാൽ? അക്കൗണ്ടിങ് ജോബിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഐ ട്രൂലി ബിലീവ് ദാറ്റ് ദർ ഇസ് സ്റ്റിൽ എ ഹ്യൂജ് സ്കോപ്പ്. ഇപ്പോൾ AI വന്നു, ഇപ്പോൾ എല്ലാവരുടെയും ഒരു ട്രെൻഡാണല്ലോ AI വന്നു, കുറേ ജോലി പോകും, കുറേ ഓട്ടോമേഷൻ നടക്കും. പക്ഷേ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ദർ ഇസ് സ്റ്റിൽ സ്കോപ്പ്. അടുത്തൊരു 15 to 20 years എന്തായാലും നല്ലൊരു സ്കോപ്പ് ഉണ്ട്. സോ ഞാനിപ്പോൾ ഒരു ചെറിയൊരു അനാലിസിസ് ഇപ്പം പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2 weeks ബാക്ക് എൻ്റെ ഒരു യൂറോപ്പിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, നോട്ട് മൈ ഫ്രണ്ട് ആക്ച്വലി ഹീ ഈസ് മൈ ബോസ് വെൻ ഐ വാസ് വർക്കിംഗ് അബ്രോഡ്. സോ ഹീ സെൻഡ് മി an article saying that യൂറോപ്പിൽ അക്കൗണ്ടൻസിന് ഷോർട്ടേജ് ആണ്. ദേ കാൺട്ട് ഫൈൻഡ് ഇനഫ് അക്കൗണ്ടൻസ് ടു ഡു ദ വർക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ ആ അക്കൗണ്ടൻസിനെ നമുക്ക് ഇന്ത്യ ഈസ് എ പോപ്പുലേറ്റഡ് കൺട്രി. അപ്പോൾ പുള്ളി ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നു. ലൈക്ക് ഇറ്റ്സ് എൻ ആർട്ടിക്കിൾ ഇൻ ഡച്ച് സെയിങ് ദാറ്റ് there's a big scarcity of accountants in the Netherlands and not in the Netherlands but across Europe, UK എടുക്കുവാണെങ്കിലും ഒക്കെ. അപ്പോൾ എനിക്ക് ആർട്ടിക്കിൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയുണ്ടല്ലോ, വി ആർ എൻ ഓവർ പോപ്പുലേറ്റഡ് കൺട്രി. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വർക്ക് ഫോഴ്സ് ഉണ്ട്. ഇഫ് യു ആർ ട്രെയിൻഡ് ഇൻ ദ റൈറ്റ് പ്ലേസ് ഇൻ ദ റൈറ്റ് വേ, ഈ വർക്ക് നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിൽ പല വർക്ക് ഞാൻ ആ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അതിൽ സൈൻ ചെയ്യുന്ന ആസ് എൻ ഓഡിറ്റർ അല്ലെങ്കിൽ ആസ് എ റിപ്പോർട്ടർ സൈൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യുന്ന ഒരു ക്വാളിഫൈഡ് ഡച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവശ്യം വരുന്നത് ഒരു 10 to 15% ഉള്ളൂ. ബാക്കി 85% ക്യാൻ ബി ഡൺ ബൈ പീപ്പിൾ ഹു ആർ നോട്ട് ക്വാളിഫൈഡ് എന്ന് ഞാൻ പറഞ്ഞാൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർക്കും എന്നാൽ സ്കില്ലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. സോ ഇതൊക്കെ ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണുന്നത്. സെക്കൻഡ് തിങ് ഇസ് cost of hiring people abroad in many of the European countries or the Western countries. The cost of hiring people is going really high. അവരുടെ റെൻറ്റ് കോസ്റ്റ് എടുക്കുവാണെങ്കിലും പല എക്സ്പെൻസ് എടുക്കുവാണെങ്കിലും. അപ്പം ദേ വോണ്ട് ടു കീപ് ദെയർ വർക്ക് ഫോഴ്സ് ടു മിനിമം. ഉള്ള ആൾക്കാരെ അവർക്ക് എങ്ങനെ റവന്യൂ ജനറേറ്റിംഗ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഔട്ട്സോഴ്സ് ടു ഇന്ത്യ ഓർ ഔട്ട്സോഴ്സ് ടു അതർ കൺട്രീസ് ലൈക്ക് ഫിലിപ്പീൻസ്, വിയറ്റ്നാം ഒക്കെ. അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അക്കൗണ്ടൻസിന് ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഈവൻ ഇഫ് ദീസ് അക്കൗണ്ടൻസ് ആർ ഗോയിങ് അബ്രോഡ്, ഒരു അക്കൗണ്ടൻറ്റ് ജോലി കണ്ടുപിടിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു പാടുമില്ല എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ബിക്കോസ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു ഇത്രയും നാളുമായിട്ട് ഒരു 10 years കൊണ്ട് ഒരു 200-250 പേര് പഠിച്ചിറങ്ങി പോയിട്ടുണ്ടാകും. CA ആവട്ടെ, ട്രെയിനി ആയിട്ട് വന്നവരാവട്ടെ, അങ്ങനെ പല ലെവലിൽ വന്ന് അക്കൗണ്ടിങ് വർക്ക് പഠിച്ചിട്ട് പോയിട്ടുണ്ട്.
ബട്ട് ഇപ്പം ഞാനൊരാളെ ഹയർ ചെയ്യാൻ നോക്കുമ്പം ഓൾ ഓഫ് ദം ആർ എൻഗേജ്ഡ്. ആൾ ജോലി ഇല്ലാതിരിക്കുന്ന ബീറ്റ് എ ലേഡി ഓർ എ മെയിൽ കാൻഡിഡേറ്റ്, ജോലി ഇല്ലാതിരിക്കുന്ന അക്കൗണ്ടൻസിനെ ഞാൻ കണ്ടിട്ടില്ല. ദേ ആർ ഓൾവേസ് ഇൻ ഡിമാൻഡ്. പക്ഷേ ആസ് ഓൾവേസ് നമുക്കത് അടുത്ത ക്വസ്റ്റനിൽ മേ ബി യു വിൽ ബി കവറിങ് ദർ ഷുഡ് ബി സർട്ടൺ സ്കിൽ സെറ്റ് ദറ്റ് യു നീഡ്. ഏത് പ്രൊഫഷനിലും നമുക്ക് ഷൈൻ ചെയ്യണം, കുറച്ച് ലൊട്ടിലൊടുക്ക് മിനുക്ക് പരിപാടികൾ വേണം. അത് ഇവിടെയും വേണം. അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സ്കോപ്പാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് അക്കൗണ്ടൻറ്റിൻ്റെ സ്കോപ്പ് ആക്ച്വലി അൺലിമിറ്റഡ് ആണ്, പക്ഷേ ആ ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഐഡിയലി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ്. നമ്മളിപ്പോൾ മെയിനായിട്ട് പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഔട്ട്സോഴ്സ്ഡ് MNC വർക്ക്സ് കാര്യങ്ങളാണ്. അപ്പം ഈ MNC വർക്ക് അതുപോലെ തന്നെ SME ഇത് തമ്മിൽ എന്താ മെയിനായിട്ടൊരു ഡിഫറൻസ് വരിക? MNC വേഴ്സസ് SME എന്ന് പറയുമ്പോഴത്തേക്കിന് ഐ കനോട്ട് സേ ദറ്റ് വൺ ഇസ് ബെറ്റർ ദാൻ ദി അതർ ഓർ വൺ ഇസ് നോട്ട് ഗുഡ് ആസ് ഗുഡ് ആസ് ദി അതർ. അങ്ങനെ പറയാൻ പറ്റില്ല. ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ MNC and now I am into an SME sector. So എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. MNCയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോർപ്പറേറ്റ് വേൾഡ്. സോ എവറിത്തിങ് ഇസ് പ്രോസസ് ഓറിയൻറ്റഡ്. അപ്പോൾ ഡേ 1 ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മേളിൽ വാളും പിടിച്ച ഒരാൾ നിൽപ്പൊന്നുമില്ല. ഇന്ന് രാത്രി ഇത് ചെയ്തിട്ടേ നീ വീട്ടിൽ പോകാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ദ വർക്ക് വാസ് ദെയർ, അലോട്ടഡ് ആണ്. ഇറ്റ്സ് എല്ലാം പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഫോക്കസ്ഡ് ആണ്. നമുക്ക് രാത്രി വരെ ഇത് ചെയ്യാനുള്ള വർക്കുണ്ട്. എന്നാൽ നമ്മുടെ മേളിൽ ആരും ഇങ്ങനെ ഇപ്പോൾ തീർത്തില്ലെങ്കിൽ പോകാൻ പറ്റില്ല, അങ്ങനെ പേടിപ്പിക്കാനും ആരുമില്ല. പിന്നെ ഒരു കോർപ്പറേറ്റ് കൾച്ചറാണ്. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കോർപ്പറേറ്റ് കൾച്ചറിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് MNC തന്നെ പോയി വർക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് കുറേ സിസ്റ്റംസ്, പ്രോസസ്സ്, പ്രൊസീജിയറിലൊക്കെ നമുക്കൊരു ടാലൻറ്റ് കിട്ടും. അപ്പോൾ പല കാര്യങ്ങളും നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ദെൻ വി കം ടു SME എന്ന് പറഞ്ഞാൽ എല്ലാം ഒരാളുടെ തലയ്ക്കകത്തായിരിക്കും ഇരിക്കുന്നത്. ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ അക്കൗണ്ട്സ് ടീമിലോട്ട് പറയും ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, അവർക്കൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ ഒരു വൺ മാൻ ഷോയാണ്. ഒരു വൺ മാൻ അല്ല, എന്താ പറയുക, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി അഡ്വൈസ് ദറ്റ് യു ഗെറ്റ് ഫ്രം ദ സീനിയേഴ്സ്. അപ്പോൾ MNCയിൽ ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല. അവിടെ വരുന്ന ആൾക്ക് ഡേ 1 മുതൽ അവർക്കറിയാം. അവരുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്. പിന്നെ അവർക്ക് എന്താ പറയുക, റിപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ടീം ലീഡുണ്ട്, മാനേജർ, SM, സീനിയർ മാനേജർ, ഡയറക്ടർ, പാർട്ട്ണർ, ഇങ്ങനെ ഒരു സ്ട്രക്ചറിങ് ഉണ്ട്. സോ അത് അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് പോകും. SMEയിൽ നമ്മൾ അങ്ങനെ കാണാറില്ല. ബട്ട് ദി അഡ്വാൻറ്റേജ് അബൌട്ട് SME ഇസ് ദറ്റ് ദ എക്സ്പോഷർ ഇസ് വെരി വൈഡ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പോൾ ഒരാൾ വരുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദറ്റ് ദേ വിൽ ഓൺലി ഡു അക്കൗണ്ടിങ് വർക്ക്. കുറച്ച് ടാക്സ് വർക്ക് ചെയ്യണം, ടാക്സിൽ തന്നെ ഡയറക്റ്റ് ടാക്സും ചെയ്യണം, ഇൻഡയറക്റ്റ് ടാക്സും ചെയ്യണം, പിന്നെ കമ്പനി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ROC ഫയലിംഗ് ചെയ്യണം. ഒരു MNC വർക്ക് ചെയ്യുമ്പോൾ അങ്ങനല്ല. ഇഫ് യു ആർ പാർട്ട് ഓഫ് ദി ടാക്സ് ടീം യു ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ ദ ടാക്സ്. പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒരു ഇതില്ല. ടാക്സിൽ തന്നെ പിന്നെയുണ്ട് ട്രാൻസ്ഫർ പ്രൈസിങ്, ITS, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ നമ്മളങ്ങ് നീഷാവും, ഒരു എക്സ്പെർട്ടൈസിലോട്ട് അങ്ങ് മാറിപ്പോവും. MNC പോകുമ്പോൾ ഫീൽഡിൽ നമ്മളങ്ങ് കുഴിച്ച് അങ്ങ് അറ്റം വരെ കാണും. അവർ പുലിയായിരിക്കും. SME വരുമ്പം നമുക്ക് എല്ലാത്തിലും കൈയിടാൻ പറ്റും. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. ഇപ്പം ഞാനെപ്പോഴും പറയുന്ന ഒരു കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സും പ്രൊസീജിയറും ഒക്കെ അറിയണമെങ്കിൽ ഒരു MNC പോയി അറിയാൻ പറ്റും. പക്ഷേ ശരിക്കും എല്ലാം ഒന്ന് പരത്തെ പഠിക്കണമെങ്കിൽ ഒരു SME തന്നെ പോയി നിൽക്കണം. entirely different ആണ്. But one is not bad compared to the other. അങ്ങനെയില്ല. രണ്ടും it's where you want to find your place. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു MNCയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരൊറ്റ ഫീൽഡിൽ മെയിനായിട്ട് എക്സ്പേർട്ട് ആകുവാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ഒരു 2 ഓപ്ഷനും അവരുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു MNCയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രോസസ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചർ, കുറേ കാര്യങ്ങൾ, എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു ഡിസിപ്ലിനറി ആ ഒരു ലൈനിലോട്ട് വരും. ആ ഒരു ഫീൽഡിൽ പോകുവാണെങ്കിൽ ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആകാം. നേരെ മറിച്ച് SMEയിലോട്ട് വരുവാണെങ്കിൽ എക്സ്പോഷേഴ്സ് ആണ്, പല ഫീൽഡിൽ നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പം ഒരു പരിധി വരെ അത് ചൂസ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. പിന്നെ വേറെയും കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് CA പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ അക്കൗണ്ടൻസ് ആണെങ്കിലും അവർക്ക് വളരെ ക്ലിയർ. അവർ പറയുന്നത് ഐ വോണ്ട് ടു ഫോക്കസ് ഓൺ ടാക്സ്. പിന്നെ SME കിടന്ന് കളിക്കേണ്ട, അവർ ടാക്സിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയെങ്കിൽ വളരെ ചില കാൻഡിഡേറ്റ്സ് അവർക്ക് വളരെ ക്ലിയർ ആണ്. ദെയർ എക്സ്പെക്ടേഷൻസ് ദേ നോ വാട്ട് ദേ വോണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് MNC നല്ലൊരു കരിയർ പാത്ത് തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ബേസിക്കലി അക്കൗണ്ടൻസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അക്കൗണ്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ജോബ് മാത്രമല്ല, ശരിക്കും ഫ്രീലാൻസ് ആയിട്ട് അക്കൗണ്ട്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈവൻ പ്രൊഫഷണൽസ് അല്ല എന്നുണ്ടെങ്കിൽ പോലും കുറേ വർക്കുകൾ അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഈവൻ പ്രൊഫഷണൽ അല്ലാത്ത അക്കൗണ്ടൻസിന് പോലും. അപ്പം ഈ ഒരു കരിയർ രണ്ടും ചൂസ് ചെയ്ത് ഇത് തമ്മിൽ എന്താ മെയിനായിട്ടൊരു ഡിഫറൻസ് വരിക? നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും ഫ്രീലാൻസ് ആൻഡ് അക്കൗണ്ടൻറ്റ് ഇത് തമ്മിൽ മെയിനായിട്ട് എന്താ ഒരു ഡിഫറൻസ്?
ഫ്രീലാൻസ് ആൻഡ് വർക്കിംഗ് അല്ലേ, ഫ്രീലാൻസ് വേഴ്സസ് വർക്കിംഗ് ഇസ് വാട്ട് യു ആസ്കിങ്. സോ ഫ്രീലാൻസ് തന്നെ എനിക്ക് 2 രീതിയിലുള്ള ഫ്രീലാൻസിങ് ഉണ്ട്. ഒന്ന് ആസ് എ കൺസൾട്ടൻറ്റ്, യു വർക്കിംഗ് ആസ് എ കൺസൾട്ടൻറ്റ് ആൻഡ് യൂഷ്വലി യു ഡു ഇറ്റ് ഫോർ എ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ US ബേസ്ഡ് കമ്പനീസിലൊക്കെ നമ്മൾ ഫ്രീലാൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ളത് ദാറ്റ് പേഴ്സൺ ഇസ് സ്റ്റക്ക് ഫോർ ദാറ്റ് വൺ കമ്പനി, ഓൾമോസ്റ്റ് വർക്കിംഗ് ലൈക്ക് എൻ എംപ്ലോയി, പക്ഷേ ദേ ഡോണ്ട് ഹാവ് എൻ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ്, ഒരു കൺസൾട്ടൻറ്റ് എഗ്രിമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ല, വർക്കിംഗ് അവേഴ്സ് മൊത്തം ഈസ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ദിസ് ജോബ്. അതാണ് ഒരു ഫ്രീലാൻസ് ചെയ്യുന്നത്. അല്ലാതുണ്ട് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ഫ്രീലാൻസേഴ്സ്. ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ഫ്രീലാൻസേഴ്സ് ഐ ഓൾവേസ് സീൻ ദറ്റ് ദേ ക്യാൻ മാനേജ് മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ്. ഒരു മാസം അല്ലെ ഒരു ദിവസം ഇരുന്നാൽ ഒരു ക്ലയൻറ്റ് മാത്രമല്ല, ഓവർ എ പീരിയഡ് ഒരു മാസം അവർക്ക് ഡിഫറെൻറ്റ് ക്ലയൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബുക്ക് കീപ്പിംഗ് ഫ്രീലാൻസിങ് ഇസ് വൺ ഓപ്ഷൻ ദറ്റ് യു ഹാവ്. കൺസൾട്ടൻറ്റ് ഫ്രീലാൻസിങ് ഇസ് ഓൾസോ. കൺസൾട്ടൻറ്റ് ഫ്രീലാൻസിങ് യു ക്യാൻ ഡു മോർ ദാൻ വൺ ക്ലയൻറ്റ് കേട്ടോ. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു മാനേജ് യുവർ ഷെഡ്യൂൾ. പക്ഷേ യൂഷ്വലി കണ്ടിട്ടുള്ളത് ദേ ആർ ടൈഡ് അപ്പ് ടു ദാറ്റ് വൺ കമ്പനി. പിന്നെ വർക്കിംഗ് വരുമ്പോഴത്തേക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ MNC ആൻഡ് SME അതേ ഇത്. വർക്കിംഗ് വരുമ്പോൾ യു ഗോ ടു ആൻ ഓഫീസ്, യു പാർട്ട് ഓഫ് ആൻ ഓഫീസ്, യു അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ, യു മീറ്റ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ. നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന്. ഒരു ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും വെൻ യു പാർട്ട് ഓഫ് ആൻ ഓഫീസ്. ഒരു ഫ്രീലാൻസ് എന്ന് പറയുമ്പം അത്രയില്ല. യു ആർ ഗിവൺ സം വർക്ക്. നമ്മളൊരു റിമോട്ട് സ്ഥലത്തിരുന്ന് നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുന്നതും കാണുമായിരിക്കും. ചില കൺസൾട്ടൻറ്റ് ദേ ഗോ ടു ദ ഓഫീസ്, സിറ്റ് ദെയർ ആൻഡ് വർക്ക്. പക്ഷേ എപ്പോഴും നമ്മളൊരു ഔട്ട്സൈഡ് പാർട്ടിയാണ്. സോ യുവർ എന്താ പറയുക, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. The areas that you see, the areas that you are exposed to are limited. As a consultant, this is your responsibility. ഇത് മാത്രം ചെയ്യുക. അപ്പം കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മേ ബി ഫ്രീലാൻസിങ് ഇസ് എൻ ഓപ്ഷൻ. ഇറ്റ് ഗിവ്സ് യു ദാറ്റ് എൻട്രി ലെവൽ. എപ്പോഴും ഐ ഓൾവേസ് അഡ്വൈസ് ഗോ ഫോർ വർക്കിംഗ്. ഐഡിയലി അവരതിലൊന്ന് സെറ്റ് ആയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ കൺസൾട്ടൻറ്റ്. ഇപ്പോൾ കൺസൾട്ടൻറ്റ് ലെവൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊരു അഡ്വൈസ് കൊടുക്കുക, അതല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് സർവീസ്. അപ്പം നമ്മൾ ആ ഒരു ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആയതിനു ശേഷം ആ ഒരു ഫ്രീലാൻസിങ്ങിലോട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ച് എപ്പോഴും നല്ലത്, കംഫർട്ടബിൾ. ദാറ്റ്സ് വാട്ട് ഐ സജസ്റ്റ്. ഓക്കെ. നോർമലി ഇപ്പം ഒരു എൻട്രി ലെവൽ ജോബിന് പോകുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത്. സോ മാം ഓൾറെഡി പറഞ്ഞു മാമിൻ്റെ അണ്ടറിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരാളായിരിക്കും ഒരു എംപ്ലോയർ എന്ന നിലയിൽ. അപ്പോൾ ഒരു ജോബിന് പോകുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം മെയിനായിട്ട് അക്കൗണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം പലർക്കും ഭയങ്കര ഒരു എൻട്രി ലെവലാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് എന്തോ ഒരു ഹെക്റ്റിക് ടാസ്ക് ആയിട്ടായിരിക്കും അവർ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു എംപ്ലോയർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവർ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, വെൻ ഐ സിറ്റ് ആസ് എൻ ഇൻ്റർവ്യൂവർ ഐ എം ലിറ്റിൽ ഓൾഡ് സ്കൂൾഡ്. ഞാൻ കുറച്ച് പഴഞ്ഞൻ ടൈപ്പാണ് ആ സൈഡിൽ. അപ്പം ഞാൻ എൻ്റെ ഒരു മെത്തേഡ് ഓഫ് ഇൻ്റർവ്യൂയിങ് ഞാൻ പറയാം. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു കുട്ടി BCom MCom CA വാട്ട് എവർ ഇറ്റ് ഇസ്, ദേ സ്പെൻഡ് 3 or 4 years ലേണിംഗ് സംതിങ്. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി 2-3 ദിവസം പ്രിപ്പയർ ചെയ്യുമായിരിക്കും. മേ ബി ഐ ഡോണ്ട് നോ വാട്ട് എവർ, ഇറ്റ്സ് എ സ്മോൾ സ്ട്രിങ്. പക്ഷേ ഒരു ഇൻ്റർവ്യൂറിൻ്റെ ഫ്രണ്ടിൽ അയാൾക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് എനിവെയർ ബിറ്റ്വീൻ 5 minutes to 1 hour അല്ലെ 2 hours. ആ ഒരു ഷോർട്ട് സ്പാൻ, വെരി ഷോർട്ട് സ്പാൻ. അപ്പം നമ്മൾ ഈ 6 കൊല്ലം കൊണ്ട് തകർത്ത സംഭവങ്ങളെല്ലാം അറിയാം, അല്ലെ എന്നെക്കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു ഷോർട്ട് സ്പാനിൽ നമ്മൾ ഇൻ്റർവ്യൂവറിനെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ, ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഇസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്. വരുന്ന കുട്ടി എന്താ പറയുക, അലൻ സോളി ഷർട്ട് ഇടണം അല്ലെങ്കിൽ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരണം, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഹി ഷുഡ് ബി പ്രസൻറ്റബിൾ. ബിക്കോസ് ഞാനിത് പറയാൻ കാരണം ഐ ഹവ് ഹാഡ് കാൻഡിഡേറ്റ്സ് ഹു കം ടു മീ ഫോർ ഇൻ്റർവ്യൂ ടോൺ ജീൻസ്, ഇവിടെ മുട്ടിൻ്റെ അവിടെയൊക്കെ. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്, അതിലൊന്നും തെറ്റൊന്നുമില്ല. ട്രെൻഡ് ഇങ്ങനെ ഇടുക, ടാങ്ക് ടോപ്സ് ഇട്ട് സൈഡിൽ കെട്ടി വയ്ക്കുക. അപ്പോൾ അവർക്ക് അവരുടെ ലോജിക്കുണ്ട്. ഞങ്ങൾ ഇപ്പോഴത്തെ ആൽഫയോ ജെൻസിയോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഞങ്ങൾ ഇങ്ങനെയാണ്, യോ മാൻ യോ ആണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. പക്ഷേ ഞാൻ യോ മാൻ യോ അല്ല, ഞാൻ ഇപ്പുറത്തിരിക്കുക. എനിക്ക് കുറേ ക്ലയൻസിൻ്റെ പണി കൊടുക്കാനുള്ള. അപ്പോൾ ഇവനെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീക്കൻ ലുക്കിൽ വന്നാൽ ഞാനൊന്ന് പതറും. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ആളെ കാണുമ്പോൾ തന്നെ എൻ്റെ ഇംപ്രഷൻ അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ ഐ ടേക്ക് ടൈം, അവനെ കണ്ടു ഇവൻ അങ്ങനെ അനലൈസ് ചെയ്യുന്നില്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ഇൻ ദ ബാക്ക് ഓഫ് മൈ ഹെഡ്. അപ്പോൾ പ്രസൻറ്റേഷൻസ് ഒന്ന് കുളിച്ചിട്ടൊക്കെ വരിക, വൃത്തിയായിട്ട് വരിക. ഇപ്പോൾ ജെൻസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു ഹാവ് എ ലോങ് ഹെയർ ഓർ എ ബിയർഡ്, ബട്ട് ട്രിം ഇറ്റ്. ഇഫ് യു ഹാവ് ലോങ് ഹെയർ, ടൈറ്റ് അപ്പ്. ഇതെല്ലാം അവിടെ ഒരുമാതിരി പറപ്പിച്ച് ഫ്രീക്കനാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഗേൾസ് ആണെങ്കിൽ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് വരും, ഒരു ഇൻ്റർവ്യൂവിന് വരുവാണ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഞാനിപ്പോൾ പറയുന്നത്
സ്വിമ്മിങ്ങിന് പോകുമ്പോൾ സ്വിം സ്യൂട്ട് ഇടും എന്നും പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ സ്വിം വെയർ ഇട്ടുകൊണ്ടല്ല പോകുന്നത്. എത്ര ഹൈഫയാന്ന് പറഞ്ഞാലും എനിക്ക് ഓഫീസിൽ വേറുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ ഒരു ദാറ്റ് ഷുഡ് കം നാച്ചുറലി വിതിൻ യു. അത് പ്രസൻറ്റേഷൻസ് വൺ സെറ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ സെക്കൻഡ് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഇഫ് യു കമ്മിങ് ഇൻ ദ റോൾ ഓഫ് എൻ അക്കൗണ്ടൻറ്റ്, ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് 100%, 100 അല്ല 120% തറവായിരിക്കണം. അപ്പോൾ എനിക്ക് അക്കൗണ്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നതും, ബാക്കി പല സബ്ജക്ട്സ് വെച്ച് നോക്കുമ്പോഴും ഇത് സിമ്പിളാണ്. എന്താ ഇതിനകത്ത് ഇത്ര പാട്? ഡെബിറ്റും ക്രെഡിറ്റും മനുഷ്യൻ ഉണ്ടായ കാലത്തൊട്ട് ഇത്രയേ ഉള്ളൂ, ഇനി അങ്ങോട്ടും അത്രേ വരുള്ളൂ. ബാക്കി ഇപ്പം മെഡിസിൻ എടുക്കുകയാണ്, വേറെ ഏത് പ്രൊഫഷൻ എടുത്താലും അതിനകത്ത് കുറേ അഡ്വാൻസസ് കയറി വരുന്നുണ്ട്. പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നു, പുതിയ രോഗങ്ങൾ വരുന്നു, പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, എവറിത്തിങ് ഇസ് ചേഞ്ചിങ്. പക്ഷേ അക്കൗണ്ടിൻ്റെ ബേസിക് റൂൾ, ആൻഡ് ദിസ് റൂൾ ഇസ് അക്രോസ് ദ ഗ്ലോബ്, ഇറ്റ്സ് എ സെയിം. ഏത് രാജ്യത്ത് പോയാലും ഡെബിറ്റും ക്രെഡിറ്റുമാണ്. അപ്പോൾ വരവും ചിലവും അറിഞ്ഞിരിക്കണം. അപ്പോൾ 3 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. അത് അരിച്ച് കലക്കി പഠിച്ചിരിക്കണം. ഒരു സാധനം കിട്ടിയാൽ ഇതെവിടെ ഡെബിറ്റിലിടണോ ക്രെഡിറ്റിലിടണോ എന്നറിയാൻ. അപ്പം അതാണ് എൻ്റെ ഒരു ട്രിക്ക്. ആൻഡ് അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ബൈ ഇറ്റ് സെൽഫ്. അത് അക്കൗണ്ടൻസിന് മാത്രം മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ്. അതായത് ഒരു ജേർണൽ എൻട്രി ഇടുക എന്ന് പറയുന്ന ആ ഒരു കഴിവ്, അല്ലെ ആ ഒരു ഭംഗി അക്കൗണ്ടൻസിൻ്റെയാണ്. അതെ, എനിക്ക് തോന്നുന്നു ഈ നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പലർക്കും ഈ അക്കൗണ്ടൻസി എന്താന്ന് തന്നെ ബ്ലാങ്ക് ആണ്. ഈവൻ ഞാൻ ആക്ച്വലി +2 വരെ സയൻസ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കൊമേഴ്സ് ഫീൽഡിലോട്ട് വരുമ്പോൾ 0-ൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഈ പറഞ്ഞ ആ ഒരു റിതം നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ ഈസിയാണ് ആക്ച്വലി അക്കൗണ്ട്സ്. അത് ഒരു കുറച്ചും കൂടെ ആ ഒരു വളരെ പാഷനോടുകൂടി കാണേണ്ടതാണ്. അത് വളരെ സിമ്പിളുമാണ്. അപ്പം പക്ഷേ ഇപ്പോൾ ഞാൻ കാണാറുണ്ട് കാൻഡിഡേറ്റ്സ് ദറ്റ് കം ടു മീ, പലപ്പോഴും അവർക്ക് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് അവർക്ക് ഉറപ്പില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ മുന്നേ പർച്ചേസിൻ്റെ ഒരു എൻട്രി പറയൂ. അപ്പോൾ പുള്ളി പറഞ്ഞ എൻട്രി വിഷ്ണു അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് എന്നാണ്. അപ്പോൾ എനിക്ക് ഞാനവിടെ വിഷ്ണു ആരാ, അതെൻ്റെ പേരാ, ഞാനാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്, അപ്പം ഞാൻ ഡെബിറ്റ് വരണം. അപ്പം അങ്ങനത്തെ ലോജിക്കിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അപ്പം നമ്മൾ ഷോക്കാവും. അപ്പോൾ ഇഫ് ദ കാൻഡിഡേറ്റ് ഈസ് ഏബിൾ ടു ആൻസർ സിമ്പിൾ അക്കൗണ്ടിങ് എൻട്രീസ്, വാട്ട് ഐ ഡു ഇസ് കുറച്ചൊന്ന് കൂട്ടി നോക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് കംപ്ലീഷനിൽ റവന്യൂ റെക്കഗ്നിഷൻ എൻട്രി ഇടാൻ പറയും. ചിലപ്പോൾ കാൻഡിഡേറ്റിന് കിട്ടണമെന്നില്ല, പക്ഷേ അവന് ലോജിക്ക് ഉണ്ടെങ്കിൽ അവന് ഒപ്പിക്കും. മിസ്റ്റേക്സ് കാണും, ദാറ്റ്സ് ഫൈൻ. പക്ഷേ പുള്ളി നമുക്ക് അറിയാം, ഓക്കെ ഇവന് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവും. സോ സെക്കൻഡ് തിങ് ഇസ് അക്കൗണ്ടിങ് നോളജ് അത്യാവശ്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് യുവർ കോർ സ്കിൽ. ബാക്കി എല്ലാം പോട്ടെ, ഇത് ഇവിടെ ഷൈൻ ചെയ്യണം, ഷൈൻ ചെയ്തേ പറ്റൂ. തേർഡ് തിങ് ഇസ്, ഇപ്പം നമ്മൾ ഒരു നെക്സ്റ്റ് ജെൻ മൂഡിലോട്ടാണ്. ഈ പഴയ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വെച്ചിട്ടൊന്നും കാര്യമില്ല. യു ഹാവ് ടു ഫെമിലറൈസ് യുവർ സെൽഫ് വിത്ത് എന്താ പറയുക ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ്, സോഹോ, ക്വിക്ക് ബുക്സോ, സീറോ, അങ്ങനത്തെ പല മയോബ്, അങ്ങനെ പല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നും അറിഞ്ഞിരിക്കണം. യു ഷുഡ് ബി. ഇപ്പം നമ്മളവിടെ ഒരിടത്ത് ജോലി ചെയ്യാൻ പോകുമ്പം അവിടെ ആരും പഠിപ്പിച്ചു തരാനൊന്നുമില്ല. ഓക്കെ ഇതാണ് സോഹോ, നിങ്ങൾ ഇങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ലെഡ്ജർ ഉണ്ടാക്കേണ്ടത്. സോ ദീസ് ആർ തിങ്സ് ദാറ്റ് ഷുഡ് നാച്ചുറലി കം ടു യു. പണ്ട് ഞാനൊക്കെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ജോബിൽ എനിക്ക് ടാലി ഓപ്പൺ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു കണക്കപ്പുള്ള ചേട്ടനുണ്ടായിരുന്നു. പുള്ളിയാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് തുറക്കുന്നത്. ഇപ്പം അങ്ങനത്തെ ഒരു കൾച്ചറൊന്നും ഇല്ല. നമ്മൾ ഒരു ലാപ്ടോപ്പ് കൊടുക്കും തുടങ്ങിക്കോന്ന് പറയും. അപ്പം ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്ത് പരിചയം ഉണ്ടാവണം. ദെൻ ലാംഗ്വേജ് സ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് എപ്പോഴും കാൻഡിഡേറ്റിന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു സമയം കിട്ടും. ഫസ്റ്റ് ഞാനെപ്പോഴും യൂഷ്വലി ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയും. ചിലപ്പോൾ നമുക്ക് ഇൻട്രഡക്ഷൻ കേൾക്കുമ്പോൾ നമുക്ക് എന്താ, മൈ നെയിം ഇസ് ഡാഷ്, ഐ കം ഫ്രം ദിസ് പ്ലേസ്, മൈ പേരൻസ് കം ഫ്രം ദിസ് പ്ലേസ്, ദിസ് ഇസ് മൈ ഹോബി. അപ്പം നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം പുള്ളി ഒരു 10 പ്രാവശ്യം കാണാപ്പാടം പഠിച്ചിട്ടാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിട്ടാൽ മതി എന്നുള്ളത്. അതിനേക്കാളും നല്ലത് ഇഫ് യു ക്യാൻ പുട്ട് ഇൻ സം പാഷൻ ടു ഇറ്റ്. ഓക്കെ എൻ്റെ ഹോബി ഇതാണെങ്കിലും വാട്ട് ഡു ഐ ലൈക്ക് മോർ, മ്യൂസിക്കാണ് ഇഷ്ടം. ഓക്കെ മ്യൂസിക്കിൽ എൻ്റെ ഫേവറേറ്റ് ആരാ, എന്ത് കേൾക്കാനാണ് എനിക്ക്. അപ്പോൾ നമുക്കൊരു ടച്ച് ചെയ്യാൻ, ഒരു കണക്ട് ചെയ്യാൻ പറ്റണം കാൻഡിഡേറ്റുമായിട്ട്. ആൻഡ് ലാസ്റ്റ്ലി ഈസ് ഇംഗ്ലീഷ് മാൻഡേറ്ററി. If you're coming for a junior accountant interview and if you're coming in Kerala, I don't think it is very mandatory. നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാവണം, പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് പോളിഷ്ഡ് ആവണമെന്നൊന്നുമില്ല. ബട്ട് ഓൺ എ പേഴ്സണൽ ലെവൽ ഐ വുഡ് അഡ്വൈസ് ഇംഗ്ലീഷ് ബീയിങ് എ ഗ്ലോബൽ ലാംഗ്വേജ്, നിങ്ങൾ എഫേർട്ട് ഇടുക, പഠിക്കാൻ എഫേർട്ട് ഇടുക. നമുക്ക് ഈസും വാസും ഒക്കെ എവിടെ വെക്കണ്ടേന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. ദാറ്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് നോക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ യു ഷുഡ് പ്രിപ്പയർ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അപ്പിയറൻസ്, അതുപോലെ ബേസിക് അക്കൗണ്ടിങ് നോളജ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അറിയുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂവിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാവും. ആറ്റിറ്റ്യൂഡ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം ഇതൊക്കെ പുല്ലാന്ന് പറഞ്ഞു വരുന്നവരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഈസ് ഓൾസോ വൺ ഓഫ് ദി ക്രൈറ്റീരിയ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പുള്ളിയുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ ഓക്കെ. ഇപ്പം എന്താ പറയുക, യുഗം എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പം നാളെ എന്താ ഫ്യൂച്ചറിൽ നോക്കുമ്പോഴത്തേക്കും ഈ യുഗം നമ്മുടെ അക്കൗണ്ടൻസിൻ്റെ ആ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുമോ? മാമിന് എന്താ തോന്നുന്നത്, മാമിൻ്റെ ഒരു അഭിപ്രായം? ഞാൻ കൂടുതലും പ്രസൻറ്റിൽ ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഫ്യൂച്ചറിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. വരുമ്പോൾ കാണാമെന്നുള്ളൊരു സ്റ്റാൻഡാണ് ഇപ്പോഴും എടുത്തേക്കുന്നത്. ബട്ട് ആസ് യു സെഡ്, ഇതൊരു AI യുഗമാണ്. അപ്പോൾ എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ AI. ഇപ്പം നമുക്കിപ്പം ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പോൾ BComലും MComലും ഒക്കെ സിലബസിൽ പോലും AI വെർട്ടിക്കൽ ഇസ് ബീൻ ബ്രോട്ട് ഇൻ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എങ്ങനെ AI എങ്ങനെ അക്കൗണ്ടിങ് സർവീസിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബുക്ക് കീപ്പിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. AI ഈസ് സംതിങ് ദറ്റ് ഇസ് ഗോയിങ് ടു കം ഇൻ ദി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഓൾസോ. ആൻഡ് AI വരുമ്പോഴത്തേക്കിന് വാട്ട് വിൽ ഹാപ്പൻ, ഐ തിങ്ക് ഇസ് മെനി processes or many activities will be automated. അപ്പോൾ പണ്ട് അക്കൗണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ റിഡൻഡൻ്റ് ആയിപ്പോവും. അത് പക്ഷേ ഇപ്പോൾ കാണാൻ പോലും പറ്റും. ഇപ്പം നമ്മളിപ്പോൾ സോഹോ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് എൻട്രീസ് ഒക്കെ ബാങ്ക് ഫീഡ് എന്നും പറഞ്ഞ് സോഹോയിൽ വന്ന് കിടക്കും. നമ്മൾ വെറുതെ ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഒരു ബാങ്കിൽ ഒരു പേയ്മെൻറ്റോ റെസീപ്റ്റോ വന്നാൽ നമ്മളൊന്ന് ഒരു അക്കൗണ്ടൻ്റ് ഒന്ന് തിങ്ക് ചെയ്യണം, ഇതിൻ്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും, എന്നിട്ട് ടാലിക്കകത്ത് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ. ഇപ്പം അക്കൗണ്ടൻറ്റ് ഇതിൻ്റെ ഡെബിറ്റ് ഏതാണോ ക്രെഡിറ്റ് ഏതാണോ ഒന്നും അറിയണ്ട, ഒന്ന് ക്ലിക്ക് അടിച്ചാൽ പിന്നെ ബാക്കി അത് ചെയ്തോളും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾറെഡി ഹിയർ. അപ്പം അതും ഇൻ ഫ്യൂച്ചർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, അതിൻ്റെ ഒരു മൾട്ടിറ്റ്യൂഡ് ആയിരിക്കും ഫ്യൂച്ചറിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫ്യൂച്ചറിലുള്ള വേറൊരു തിങ് എന്ന് വെച്ചാൽ ഐ തിങ്ക് ഓൾ ഡെസ്ക്ടോപ്പ് വേർഷൻ ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് വിൽ ബി റിഡൻഡൻറ്റ്. എവറിത്തിങ് വിൽ ബി മൂവിങ് ടു എ ക്ലൗഡ് ബേസ്ഡ്. അതും ഇപ്പം നമുക്ക് വി സീ ദാറ്റ് എല്ലാം ഇപ്പോൾ ഒരു ക്ലൗഡ് ബേസ്ഡ് എൻവയൺമെൻറ്റിലാണ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് റിയൽ ടൈം. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ 2-3 ആഴ്ച കൂടുമ്പോഴായിരിക്കും ഒരു ദിവസം ടാലി ഇരുന്ന് ഓപ്പൺ ചെയ്ത് എൻട്രി എല്ലാം ഇരുന്ന് തീർക്കുന്നത്. അതൊരു ചടങ്ങാണ്. അതിൻ്റെ ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഒരു ആക്ടിവിറ്റിയാണ് ബൈ ഇറ്റ് സെൽഫ്. ഇനിയിപ്പോൾ അങ്ങനൊന്നുമില്ല. ഇറ്റ്സ് ഡൺ ഓൺ എ റിയൽ ടൈം. അപ്പോൾ ഇന്നലെ വന്ന എന്താ പറയുക എൻട്രീസ് മൊത്തം നമുക്ക് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓണർക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ഓൺ എ ഡെയിലി ബേസിസ് ദി ഓണർ ഓർ ദി മാനേജ്മെൻറ്റ് ക്യാൻ നോ വാട്ട് ഇസ് ഡേ ടു ഡേ പ്രോഫിറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് എ ട്രെൻഡ്, എല്ലാം ഓൺ എ ഡെയിലി ബേസിസ് അറിയാൻ പറ്റും. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ദി അക്കൗണ്ടൻറ്റ് ടു കം വിത്ത് ദ സ്പ്രെഡ് ഷീറ്റ് ഓർ ഡു ദ പ്രസൻറ്റേഷൻ. അപ്പോൾ ഒരു ക്ലൗഡ് ബേസ്ഡിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. തേർഡ് തിങ് ഇസ് നമ്മളിങ്ങനെ ഒരു AI യുഗത്തിലേക്ക് മാറുമ്പം കുറേ ആക്ടിവിറ്റീസ് റിഡൻഡൻ്റ് ആവും. വിച്ച് മീൻസ് ദാറ്റ് അപ്പോൾ അക്കൗണ്ടിന് പണി ഇല്ലാണ്ടാവുമോ? ഇല്ല. വേറെ പല കാര്യങ്ങളിൽ പുള്ളി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പണ്ട് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ജേർണൽ എൻട്രി ഇടാൻ അറിഞ്ഞാൽ ഒരു നല്ല അക്കൗണ്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ അക്കൗണ്ടൻ്റ് അത് മാത്രം പോരാ. അത്യാവശ്യം കുറച്ച് ഇൻകം ടാക്സ് അറിഞ്ഞിരിക്കണം, പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, GST അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരുടെ സ്കിൽ സെറ്റ് കുറച്ച് കൂടി വരിക. അപ്പോൾ പഴയതുപോലെ ബുക്ക് കീപ്പിങ്ങിലോട്ട് മാത്രം ഒതുങ്ങുന്നതല്ല ഒരു അക്കൗണ്ടൻ്റ് ജീവിതം. അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ളതാണ്. സോ ഹീൽ ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി. ഇതില്ലാത്ത സ്ഥിതിക്ക് ഇറ്റ്സ് നോട്ട് ദറ്റ് പുള്ളി വെറുതെ ഇരിക്കുക, അങ്ങനല്ല. പുള്ളിക്ക് വേറെ പണ്ട് CA-കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ ഇപ്പോൾ താഴോട്ട് ഒന്ന് പുഷ് ചെയ്ത് അക്കൗണ്ടൻ്റ് ലെവലിലോട്ട് പോകും. അതും ഞാനിപ്പോൾ കാണാറുണ്ട്. പല കാര്യങ്ങളും പണ്ട് ഒരു CA ഓഫീസിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദീസ് ആർ ദ തിങ്സ്. പിന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇനി അഡ്വൈസറി റോൾസിലും അക്കൗണ്ടൻസിന് ഒരു ആക്റ്റീവ് റോൾ ചിലപ്പോൾ വരും. നോട്ട് ലിമിറ്റഡ് ടു അക്കൗണ്ടിങ്. ഒരു ഡെഡ് ഡേറ്റ പ്രോസസ്സിങ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെൻഡ്, ഇന്ന് വരെയുള്ള ട്രെൻഡ് ഇതാ, ഫ്യൂച്ചറിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെൽപ്പും മോസ്റ്റ് പ്രോബ്ലി ഒരു അഡ്വൈസറി റോളും കൂടെ വേണമെങ്കിൽ അക്കൗണ്ടൻ്റ് എടുക്കാൻ പറ്റും. ടിപ്പിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആ ഒരു ബുക്ക് കീപ്പിങ്ങിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലോട്ട് ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങണം. ബേസിക്കലി ഒരു കൊമേഴ്സ് ഫീൽഡിൽ അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലോട്ട് അവരുടെ സ്കിൽ സെറ്റ് ആണെങ്കിലും എല്ലാം കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലോട്ട് അപ്പ് ചെയ്ത് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കണം എന്ന് തോന്നുന്നു നാളത്തെ ഫ്യൂച്ചറിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഓക്കെ, എനിക്ക് പിന്നെ ഈ പറഞ്ഞ സെയിം പോയിൻ്റാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു ടാലി, ക്ലൗഡ്, ശരിക്കും ഡെസ്ക്ടോപ്പ് ബേസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് നാൾ മുന്നേ വരെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം കമ്പനീസും യൂസ് ചെയ്തിരുന്നത് ഈ പറഞ്ഞ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസാണ്. ഇപ്പോൾ ഒത്തിരി മാറി. ഇപ്പം പലരുമായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്താ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇതാണ്. അപ്പോൾ നമ്മളും അങ്ങനെ ഒത്തിരി സ്ഥലത്തും പുതിയ പുതിയ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസൊക്കെ വരുവാണ്. അതൊരു ഡെവലപ്മെൻറ്റ് തന്നെയായിട്ട് എന്താ പറയുക, ഒരു എൻട്രി ലെവൽ ഡെവലപ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ തോന്നുന്നു. ഈ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് അക്കൗണ്ടിങ് മേഖലയിൽ എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻസൈറ്റാണ്. അപ്പം ആ ഒരു ഓഡിയൻസിനോട് മാമിന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? ഓഡിയൻസിനോട് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിൽ നമ്മൾ സ്ട്രോങ് ആവുക. Decide what your area is. If you aspire to be become an accountant,
ബി സ്ട്രോങ് ഇൻ യുവർ അക്കൗണ്ടിങ് സ്കിൽ. എന്ത് AI വന്നു, എന്ത് അഡ്വാൻസ് എന്ന് വന്നാലും നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ലൈക്ക് ഇപ്പം എന്ത് ടെക്നോളജി വന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫൗണ്ടേഷനിലാണ്. അത് പുറത്തോട്ട് കാണത്തില്ല. അല്ല, ഒരു 2 നില കെട്ടിടം വെക്കണമെങ്കിൽ താഴോട്ടൊരു 3 നിലയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് മേലോട്ട് പൊക്കുന്നത്. അതിപ്പോൾ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ മേളിൽ കുറേ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ സെയിം അപ്ലൈസ് ഹിയർ ഓൾസോ. നമ്മുടെ കോർ എന്താണെന്ന് ആസ് എൻ അക്കൗണ്ട്, ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ ബിക്കമിങ് എൻ അക്കൗണ്ടൻറ്റ്, നമ്മുടെ കോർ എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എൻട്രി, അതൊരു ലാംഗ്വേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലാംഗ്വേജിൽ നമ്മൾ ഉസ്താദാവുക, അതിൽ എക്സ്പെർട്ടൈസ് നേടുക. ആൻഡ് ദെൻ ഇറ്റ്സ് ഇപ്പോഴത്തെ അക്കൗണ്ടൻ്റ് എന്ന് വെച്ചാൽ വൺ തിങ് ഐ ഹാവ് നോട്ടീസ്ഡ് ഇസ്, പണ്ട് BCom അല്ല MCom കഴിഞ്ഞ് എവിടെയെങ്കിലും അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെറ്റായി, ലൈഫ് സെറ്റായി, അക്കൗണ്ടിങ് ജോബ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ വി ഹാവ് ടു കീപ്പ് അപ്ഗ്രേഡിങ് അവർ സെൽഫ്. അപ്പോൾ പല ടെക്നോളജീസും പല കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പണ്ട് പവർ പോയിൻ്റ് ഒക്കെ നമ്മൾ കുത്തിയിരുന്ന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അക്കൗണ്ടൻ്റ് ഒരു എന്താ പറയുക, റിപ്പോർട്ട് അനാലിസിസ് ഒക്കെ മാനേജ്മെൻറ്റിന് കൊടുക്കാനായിട്ട് മന്ത്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഒരു ചടങ്ങാണ്. ഇപ്പം ദർ ആർ AI ടൂൾസ് വിച്ച് ക്യാൻ ഹെൽപ്പ് യു ഗിവ് എ പ്രോപ്പർ പവർ പോയിന്റ്. നമ്മൾ പണ്ട് 3-4 ദിവസം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പം 5 മിനിറ്റ് ഡേറ്റ മാത്രം കൊടുത്താൽ മതി, കളർ വരെ പുള്ളി സെറ്റാക്കി തരും. അപ്പം യു ഹാവ് ടു കീപ്പ് അപ്ഗ്രേഡിങ് യുവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. അപ്പം കണ്ടിന്യൂസ് ലേണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കൊരു ജോലി കിട്ടി, ഐ എം സെറ്റായെന്ന് വിചാരിച്ചിരിക്കരുത്. ഇതിൽ എപ്പോഴും ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കണം. സോ ആ ഒരു കില്ലിംഗ് സ്പിരിറ്റ് കാണിക്കണം കാൻഡിഡേറ്റ്സ്. ആ ഒരു എന്താ പറയുക, ആ ഒരു നമ്മളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് നിർത്തിക്കളയുന്നതല്ല, ശരിക്കും ആ ഒരു ഫീൽഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സിസ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഓവർ പോപ്പുലേറ്റഡ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളുടെ ചുറ്റുപാടും. എനിക്ക് തോന്നുന്നു പണ്ടത്തതിനേക്കാൾ കൊമേഴ്സ് ഫീൽഡിലോട്ട് വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. പണ്ട് ഈ കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത്രയും ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും അപ്ഗ്രേഡഡ് ആയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ എനിക്കൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ 3-4 കൊല്ലത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് കുട്ടികൾ പുറത്തോട്ട് പഠിക്കാൻ പോകാന്നുള്ള. ഞങ്ങളൊരു സർവേ നടത്തിയപ്പം ഈ കുട്ടികൾ പഠിക്കുന്ന പല കോഴ്സസും വലിയ വാല്യൂ അഡീഷൻ കോഴ്സസ് ഒന്നും അല്ല ബിക്കോസ് ഇവരുടെ മെയിൻ ഇൻറ്റൻഷൻ ഇസ് അവിടെ ഒരു സ്റ്റേ ബാക്ക് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന കോളേജിലൊക്കെ അക്കൗണ്ടിങ് റിലേറ്റഡ് കോഴ്സസും ഉണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ദർ ഇസ് എ പ്യുവർ സ്കാസിറ്റി ഓഫ് അക്കൗണ്ടൻസ് അബ്രോഡ്. ഔട്ട്സൈഡ് ഇന്ത്യ എടുക്കുവാണെങ്കിൽ ദർ ഇസ് എ പ്യുവർ സ്കാസിറ്റി. എന്നാൽ ഈ കുട്ടികളൊക്കെ അവിടെ പോകുന്നുണ്ട്, എന്നിട്ട് അവർക്ക് ജോലിയും കിട്ടുന്നില്ല. അപ്പം ഒരു മിസ്മാച്ച് ഉണ്ട് അവിടെ. അപ്പോൾ വെൻ യു ചൂസ് യുവർ കോഴ്സസ് ഓൾസോ മേക്ക് ഷുവർ ദറ്റ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് എടുക്കാൻ ശ്രമിക്കുക. നമുക്കൊരു ജോലി കിട്ടുന്ന ഉറപ്പുള്ള കോഴ്സ് എടുക്കുക, സ്കോപ്പുള്ള കോഴ്സസ്. Anyway, accounting, I am pretty sure it will be in demand as long as there is finance and accounting, bookkeepers and everybody. ഏത് ഫീൽഡ് എടുത്താലും അക്കൗണ്ടിന്റെ എന്തായാലും ഒരു റോൾ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് പ്രോഗ്രസ്ഡ് ആയി കാണും പഴയിൽ നിന്നും, എന്നാലും അവർക്കൊരു റോൾ ഉണ്ട്. അക്കൗണ്ടന്റ് വിൽ ഓൾവേസ് എക്സിസ്റ്റ്. Hope so. ഓക്കെ, ഗുഡ്. സോ മാം, എനിക്ക് തോന്നുന്നു ഈ കുറച്ച് സമയം മാമിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റിയത് നല്ലൊരു പ്രഷ്യസ് ആയിട്ടുള്ള ടൈമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ഓഡിയൻസിനാണെങ്കിലും മാമിൻ്റെ ഒരു ഇൻസൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു മാം. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. താങ്ക് യു സോ മച്ച്.